രാവിലെ സമയം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അതോട് ചേർന്ന് അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ ഇടഭാഗത്തിൽ രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാര്യാവേശ് രാജാവും ദാനിയേലും തമ്മിലുള്ള സംഭാഷണവും ആ ദാര്യാവേശ് രാജാവ് പുറപ്പെടുവിച്ചതായ കൽപ്പനയുമാണ് നാം വായിച്ചത്. ദാവീദെന്ന് പറയുന്ന ആ യഹൂദ ബാലൻ ആ രാജാവിൻ്റെ കോവിലകത്ത് പാർത്ത് തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു, വിശ്വാസം തെളിയിച്ചു. തൻ്റെ ജീവിതം അവിടെ അവരുടെ മുൻപിൽ ഒരു മാതൃകയായി തീർന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. ദാര്യാവേശ് അവനെ സിംഹത്തിൽ ഇടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായി. അവൻ സിംഹത്തിൽ വീണുവെങ്കിലും അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ദാര്യാവേശ് ഉറക്കം വരാതെ അതിരാവിലെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ആ സിംഹത്തിൻ്റെ ഗുഹയുടെ അരികിൽ ചെന്ന് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് 20-ാം വാക്യത്തിൽ. ദാനിയേലേ, നീ വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ. ദാനിയേലിന് കൊടുത്ത വിശേഷണം അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനായ വ്യക്തിയാണ്. ആ ഒരു ബോധ്യം അത് കൃത്യമായിട്ട് ഈ രാജാവിന് മനസ്സിലായി. ദാവീദ് ഒരു ദൈവത്തെ സേവിക്കുന്നുണ്ട്. ആ ദൈവമാണ് ജീവനുള്ള ദൈവം. വീണ്ടും പറയുന്നത്, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയും രാജാവിന് മനസ്സിലായി. അവൻ ഇടവിടാതെ എല്ലാ കാര്യങ്ങളിലും ദൈവവുമായിട്ടുള്ള ആ ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മാത്രമാണ് താൻ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. തൻ്റെ ജീവിതം എപ്പോഴും രാജാവിൻ്റെ കോവിലകത്ത് പാർക്കുമ്പോഴും പ്രവാസിയായി ഈ ബാബേൽ സംസ്ഥാനത്ത് പാർക്കുമ്പോഴും അവൻ ദൈവം മുൻപാകെ വിശ്വസ്തയോടെ നടന്നു. ഇടവിടാതെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ജാതീയ രാജാവായ ദാര്യാവേശിന് മനസ്സിലാകുവാൻ ഇടയായി. പിന്നെയും പറയുന്നത്, നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ? ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്, നിന്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് പറഞ്ഞിട്ട്, നീ ഇടപെടാതെ സേവിച്ചു വരുന്നുവെന്ന് പറഞ്ഞിട്ട്, നിന്റെ ദൈവത്തിന് നിന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ ആപത്ത് ഘട്ടത്തിൽ സഹായിക്കുവാൻ കഴിഞ്ഞുവോ എന്നുള്ള ചോദ്യമാണ് ദാനിയേലിൻ്റെ മുൻപാകെ രാജാവ് നിരത്തുന്നത്. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവ് വളരെ ഉറപ്പോടുകൂടെ, വളരെ ആധികാരികമായി തന്നെ ഈ കാര്യങ്ങളെയെല്ലാം എടുത്തു പറയുന്നതാണ് നാം പിന്നീടുള്ള വാക്യങ്ങളിൽ കണ്ടത്. രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയത് എന്തെന്നാൽ, എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. ആ ദൈവം എങ്ങനെയുള്ളവനെന്ന് ദാനിയേലിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയത് ഒരു തീർപ്പായി കൽപ്പിക്കുകയാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ എന്നേക്കും നിലനിൽക്കുന്നവനാണ്. അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതാണ്. അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതാണ്. അവൻ രക്ഷിക്കും, അവൻ വിടുവിക്കും. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ്. അവൻ ഇപ്പോഴിതാ എൻ്റെ കണ്ണിന് മുൻപിൽ ഈ ദാനിയേലിനെ, അവൻ സേവിക്കുന്ന ജീവനുള്ള ദൈവം അവൻ ഇടപെടാതെ സേവിച്ചു വരുന്നത് കൊണ്ട് ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് അവനെ വിടുവിച്ചു.
ആ അന്യദേശത്ത് പാർക്കുന്ന ദാനിയേലിൻ്റെ ജീവിതം ദാരിയാവേശിൻ്റെ മുൻപിൽ ഒരു വെല്ലുവിളിയായി തീർന്നു. ആ ദാരിയാവേശിൻ്റെ വായ് കൊണ്ട് ഈ ദൈവത്തെ ഏറ്റുപറയുവാനിടയായി തീർന്നു. ഇത് നമ്മുടെയും ജീവിതത്തിൽ നിന്നൊരു വെല്ലുവിളിയായി തീരട്ടെ. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെയും നമ്മുടെ ഇൻറ്റഗ്രിറ്റിയും നമ്മുടെ ദൈവത്തിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാക്കുവാൻ, ആ ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കുവാൻ എത്രമാത്രം ഇടയാകുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ. ഗോഡ് ബ്ലെസ് യു.